എക്സ്ക്യൂസ് മീ ഒരു സെക്കൻഡ് ഈ ഹായ് പറഞ്ഞതിനാണോ നിങ്ങൾ കൈയടിച്ചത്? ഞാൻ ഇങ്ങനെ നടന്നു വന്നിട്ട് നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ. എനിക്ക് ഈ കാണിക്കുന്നുണ്ടോ? അല്ല അവര് വെച്ച് പാവക്കുട്ടി അത് വിചാരിച്ചു മോട്ടോർ കൊടുത്ത പാവക്കുട്ടി ചുമ്മാ എന്തെങ്കിലും സംസാരിക്കുമല്ലോ. ചേട്ടാ ചേട്ടന്റെ സീറ്റ് ഇവിടെ എവിടെയാണെന്നുണ്ടെങ്കിൽ സംഭവം ഞാനൊന്നും പറഞ്ഞല്ല. ഞാൻ വന്നതിന്റെ കാര്യം വേറൊന്നുമല്ല. ഈ മറ്റേ ഞാനിവിടെ സ്പോൺസറാണ്. ശരിക്കും പറഞ്ഞ പ്രോഗ്രാമിന് അതാണ് കുട്ടിക്ക് മനസ്സിലായില്ല. അതാണ് സ്പോൺസറാണ്. ഞാൻ ഇവിടെ കുറെ നേരം ഞാൻ നോക്കുന്നു. എന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും മെൻഷൻ ചെയ്തിട്ടില്ല. ഞാൻ പേര് വരുന്ന കവാടം മുതൽ ഞാൻ നോക്കി, എന്റെ പേര് മെൻഷൻ ചെയ്തു. 100 പേരുടെ പേര് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എന്നെ മുക്കി എന്നെ എന്നെ മുക്കി. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ പോയിട്ട് അവിടെ പോയി അവരെടുത്ത് സംസാരിക്കും. സരേഷ് ഞാൻ പറഞ്ഞ ഞാൻ ഈ പരിപാടി അറേഞ്ച് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചാണ് ഞാൻ തന്നെ ഒരു ഷോ നടത്താനുള്ള കഴിവുണ്ട് എനിക്ക്. I have interest in my artificial art. ചേട്ടാ you had something? ഭയങ്കര മണം വരുന്നുണ്ട് അതുകൊണ്ടാണ്. ഇല്ല തൊട്ടിട്ടില്ല. സ്റ്റാൻഡേർഡ് സാധനമാണ്. എടാ ജിമ്മി മാട്ട സാധനം വന്നല്ലേ. അതെ ഞാനൊരു പാട്ട് പാടാൻ ഞാൻ എന്റെ കഴിവ് പറഞ്ഞല്ലോ. അതെ കാശ് കൊടുത്തിട്ട് സ്പോൺസേഴ്സിന്റെ സ്പോൺസർഷിപ്പിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അവരെ തട്ടി നടന്ന് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല. അവർ ഒരു റൗണ്ട് ഒന്ന് വന്ന് പെർഫോം ചെയ്യട്ടെ പ്ലീസ്. ഒരു കൈയ്യടി കൊടുക്കൂ. ഇദ്ദേഹം അവിടെ വന്നിരിക്കുന്നതായിരിക്കും പ്ലീസ്. ഒരു പാട്ട് ഞാനൊരു സാധനം പാടുന്നുണ്ട്. ഒരു പാട്ട് പാടി ഞാൻ ഒരു കലാകാരൻ തെളിയിച്ചാൽ മതി. നമ്മുടെ VR ഫാമിലിയുടെ ശ്രദ്ധയ്ക്ക് ലാസ്റ്റിന് എന്റെ തലയിൽ ബ്ലെയിം ഇടരുത്. ആരൊക്കെയോ കയറി വരുന്നു. സെക്യൂരിറ്റീസ് എവിടെയാന്ന് എനിക്ക് അറിയില്ല. പ്ലീസ് എക്സ്ക്യൂസ്. പ്ലീസ് നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തരും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആൾക്കാരാണോ ഇഷ്ടം? ഞാനൊരു പാട്ട് പറഞ്ഞാൽ ഒരു പാട്ട് ഞാൻ ചുമ്മാ പാടുന്നതിന് ഇഷ്ടപ്പെട്ട കൈ അടിക്കണം കേട്ടോ. ഞാനൊരു ചുമ്മാ ഒരു വിരുദ്ധം പാടും. ഇരുത്തും പക്ഷെ ഞാൻ വിരുദ്ധം ചേട്ടനെ കിടത്തും. കുളിപ്പിച്ച് കിടത്തും. ചേട്ടാ ശകലം ഡിലേറ്റ് ഞാൻ ഒരു ഡിലേ പാടാം. ചേട്ടാ കുഴയാതെ പാടണേ, അക്ഷരസ്ഫുടതയോടുകൂടി. ഒരു പ്രണയത്തിന്റെ ആ മൈക്ക് ചൂടുവെള്ളത്തിലിടണല്ലോ ഈശ്വര. മയഴി കണ്ണിന്റെ മഞ്ചാടി കവിളത്ത് മണിമാരൻ വരുന്നതും കാത്ത് കസ്തൂരി നിലാവിന്റെ കനവ് പുൽപ്പായയിൽ ഉറങ്ങാതിരുന്നോളെ ഉറങ്ങാതിരുന്നോളെ. പിന്നെ ദേഷ്യം വരില്ലേ? അല്ല ഞാൻ സ്പോൺസറാണ്. എന്റെ പേര് വന്നിട്ടുള്ള അത് ഞാൻ വേറെ കേസ്. ഞാൻ ഒരു മിമിക്രി കാണിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ. ചേട്ടന്റെ പ്രശ്നം എന്താ ചേട്ടാ? ഞാൻ ആയല്ലാതായി പോയി ഇവിടെ. കെട്ടിക്കിടന്ന് കഴിവുകൾ മൊത്തം പുറത്തേക്ക് ഫോട്ടോയിക്കണോ? ഞാൻ ഒരു മിമിക്രി കാണിക്കാം. ഇദ്ദേഹം എന്തൊക്കെ ഊരുന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഹലോ മിമിക്രി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കല്ലേ. ഒരു പടക്കം പൊട്ടിക്കുന്ന ശബ്ദം ഉണ്ടാക്കും. ഇഷ്ടപ്പെട്ട കൈയടിക്കണം. ഓക്കെ ഇംഗ്ലീഷ് പറയണ്ട, അവർക്ക് മനസ്സിലാവും. എന്റെ കൂട്ടുകാരന്മാര് മുഴുവൻ മുകളിലിരിക്കണേ. അവരെയാണോ കൈയടിക്കാൻ കൊടുത്തിട്ടുള്ളത്? പൈസ തന്നിട്ട് വന്നതാ? ഞാൻ വെറുതെ അല്ല പൈസ ഇറങ്ങിയത്. എന്റെ കൂട്ടുകാരുണ്ട് അവിടെ. സാറിന്റെ പേര് പറഞ്ഞില്ല. ഐ ആം VIP. VIPs ഇവിടെ ഉണ്ട്. ഞാൻ എന്റെ പേര് മറന്നുള്ളവേ. എനിക്ക് തോന്നുന്നു ഒരു വർഗീസ് ഇഞ്ചക്കാടൻ അങ്ങനെ എന്തോ ആയിരുന്നു. സത്യം വർഗീസ് ഇഞ്ചക്കാടൻ പത്രോസ്. ഓക്കെ മറന്നിട്ടില്ലേ? അപ്പൊ മിമിക്രി പടക്കം പൊട്ടിക്കുന്ന ശബ്ദം ഉണ്ടോ? സൂക്ഷിക്കണം. ഒരു ഇത് വേഗമായിക്കോട്ടില്ലേ അവര് പൊട്ടിക്കും. പടക്കം വേറെയാണ്. രാഷ്ട്രീയക്കാരുടെ ശബ്ദത്തിലെ പടക്കം ആദ്യമായിട്ട് വന്നത് നമ്മുടെ അച്യുതാനന്ദ സാറിന്റെ ശബ്ദത്തിലാണ്. ഞാനേ പിന്നെ ഇത് നമ്മുടെ ആന്റണി
സാറാണ് ചെയ്യണമെങ്കിൽ അനിൽ സാറിന്റെ ചെറിയൊരു ഇത് വരുള്ളൂ, ആ. സമാധാനമായിട്ട്. ലൈറ്റ് അല്ലേ? അത്രേ ഉള്ളൂ. ആ. ഓക്കേ. സർ, മൂന്നെണ്ണം ഒരേ സൗണ്ടില് VIP സർ. ഒരെണ്ണം കൂടി ഉണ്ട്. ഒരു ശബ്ദം നമ്മുടെ ആൾക്കാരെ ഒന്നും പേടിപ്പിക്കാതിരിക്കാൻ വന്നിട്ട് കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി സാറിന്റെ ശബ്ദത്തിൽ കൊടുക്കാം. ഓക്കേ. ആരെ പൊട്ടൂല. ഞാനാവേ ഒരു പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ബലൂണും വീർപ്പിച്ചോണ്ട് വന്ന് എന്റെ ഫോട്ടോ എടുക്കാത്തെ. അപ്പൊ നമ്മുടെ വെള്ളാപ്പള്ളി സാറിന്റെ ശബ്ദത്തിലൊരു പടക്കം. ഓ, അരെ വാ, സൂപ്പർ. സർ, എനിക്ക് മനസ്സിലായതേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ. ഓ, സർ, സർ, എനിക്ക് മനസ്സിലായി. സാറിന് ഇത്ര സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന സ്ഥിതിക്ക് ഞാൻ ബാക്ക് സ്റ്റേജിൽ പോയി ആ സരേഷിന്റെ അടുത്ത്, ആ VR ഫാമിലിക്കാരന്റെ അടുത്ത് ഞാൻ പറയും. അല്ല. സാറിന്റെ പേര് VIP വർഗീസ് ഇഞ്ചക്കാട് പത്രോസ് അല്ലേ? ആ പേര്, ആ സ്പോൺസർഷിപ്പും അതെന്താണെന്ന് ഞാൻ അല്ലല്ല, ഞാൻ അന്വേഷിച്ചോളാം. ആ. കുട്ടി ഇവിടെ നിന്ന് പണി നടത്തിക്കോ. ഓക്കെ. പേയ്മെന്റ് ഒക്കെ ഞാനാണ് ചെയ്യുന്നത്. ആണോ? ഓക്കെ. സാർ, ഞാനത് അഡ്വാൻസ് മേടിച്ചിരുന്നു. ഓക്കെ, ഓക്കെ. രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. സാർ, ഇനി വരണ്ട. ഓക്കെ. നിങ്ങൾക്ക് അദ്ദേഹം ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ VVIPs ഇവിടെ ഇരിക്കുന്നു.